നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് അഭിമുഖം പ്രസിദ്ധീകരിച്ച് ലെക്സ് ഫ്രിഡ്മാൻ. മോദിയുടെ കഴിഞ്ഞ US സന്ദർശന വേളയിലാണ് ലെക്സ് ഫ്രിഡ്മാൻ അഭിമുഖം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അഭിമുഖത്തിനായി 2 ദിവസത്തോളം ഉപവാസമിരുന്നുവെന്നും ഗായത്രി മന്ത്രം സ്വായത്തമാക്കിയെന്നും ഫ്രിഡ്മാൻ മോദിയോടുള്ള ചോദ്യത്തിനു മുമ്പ് ആമുഖമായി വെളിപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ ഉപവസിക്കുകയാണ് എന്നറിഞ്ഞത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അതിനേക്കാൾ എന്നോടുള്ള ബഹുമാനാർത്ഥമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എന്നത് ആശ്ചര്യം വർദ്ധിപ്പിക്കുന്നു. അതിൽ നിങ്ങളോട് ആഴത്തിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു എന്നാണ് മോദി മറുപടിയായി നൽകിയത്. ഹിന്ദുമതം കേവലം ആചാരങ്ങളല്ല, മറിച്ച് ജീവിതത്തെ തന്നെ നയിക്കുന്ന തത്വചിന്തയാണെന്നും മോദി മറുപടി നൽകി. ഉപവാസത്തെപ്പറ്റിയും ആദ്യകാല ജീവിതത്തെപ്പറ്റിയും ഹിമാലയൻ യാത്രയെപ്പറ്റിയും സന്യാസ ജീവിതത്തെപ്പറ്റിയും എല്ലാം പ്രധാനമന്ത്രി ഫ്രിഡ്മാനുമായി മനസ്സ് തുറന്നു. RSSനെ പറ്റിയും ഹിന്ദു ദേശീയതയെപ്പറ്റിയും ദീർഘനേരമാണ് മോദി വിശദീകരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങളും ഉക്രൈൻ സംഘർഷവും ക്രിക്കറ്റ് ഫുട്ബോൾ കളികളെപ്പറ്റിയും ചൈനയെപ്പറ്റിയും 2002 ഗുജറാത്ത് കലാപത്തെപ്പറ്റിയും സംഭാഷണത്തിലുണ്ട്. നരേന്ദ്രമോദി എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയത് RSS ആണെന്നും 8ാം വയസ്സിൽ RSSൽ ചേർന്നതും സംഘം സമൂഹത്തിൽ ഏതു വിധത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. നരേന്ദ്രമോദി എന്ന പേരല്ല, ഇന്ത്യൻ ജനതയാണ് തന്റെ കരുത്തെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ലോക നേതാക്കൾക്ക് ഹസ്തദാനം ചെയ്യുമ്പോൾ അത് മോദി നൽകുന്നതല്ല, 140 കോടി ഇന്ത്യക്കാർക്ക് വേണ്ടി നൽകുന്നതാണ് എന്ന ബോധത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്നും മോദി പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണ്. ഞാൻ വളരെ കർക്കശക്കാരനാണെന്ന ട്രംപിന്റെ പ്രസ്താവനയെപ്പറ്റി പ്രതികരിക്കുന്നില്ല. കാരണം ഞാൻ എന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ചർച്ചയിൽ ഉന്നയിക്കുന്നത്. പാകിസ്ഥാൻ ഭരണാധികാരിയെ വരെ എന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ തിരിച്ചു കിട്ടിയത് ശത്രുതയും വഞ്ചനയും മാത്രമാണ്. ഇന്ത്യയുമായി യുദ്ധത്തിനും ഇന്ത്യയിലേക്ക് ഭീകരത കയറ്റുമതി ചെയ്യാനുമാണ് പാകിസ്ഥാന് താല്പര്യം. സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നതിൽ ഏറെ പ്രാധാന്യം നൽകുന്നയാളാണ് താനെന്നും മോദി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ അവരുടെ കടമകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നു. യഥാർത്ഥ പരിഷ്കാരങ്ങളൊന്നും നടക്കുന്നില്ല. UN-നെ പരിഷ്കരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ ഇടതുപക്ഷക്കാരുടെ ഉപയോഗശൂന്യമായ കോട്ടയായി മാറിയിരിക്കുന്നു, പ്രധാനമന്ത്രി മോദി പറഞ്ഞു. റഷ്യ ഉക്രൈൻ പ്രശ്നത്തെക്കുറിച്ച് മോദി പറഞ്ഞതിങ്ങനെ: ലോകത്ത് എത്ര പേർ നിങ്ങളോടൊപ്പം നിന്നാലും യുദ്ധക്കളത്തിൽ ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടായില്ലെന്ന് ഞാൻ പ്രസിഡന്റ് സെലൻസ്കിയോട് സൗഹൃദപരമായ രീതിയിൽ പറയുന്നു. ഉക്രൈനും റഷ്യയും ചർച്ചാ മേശയിലേക്ക് വരുമ്പോൾ മാത്രമേ പരിഹാരമുണ്ടാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറ്റി പറഞ്ഞതിങ്ങനെ: എനിക്കെങ്ങനെയാണോ ഇന്ത്യ ആദ്യമെന്ന ചിന്ത, അതുപോലെ ട്രംപിന്റെ ചിന്ത അദ്ദേഹത്തിന്റെ അമേരിക്ക ആദ്യമെന്നാണ്. ട്രംപിന്റെ ആദ്യ കാലാവധി അവസാനിച്ചതിന് ശേഷവും അദ്ദേഹം ഊഷ്മളത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും അറിയാവുന്ന ആരെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അദ്ദേഹം പറയും, മോദി എന്റെ സുഹൃത്താണ്, എന്റെ ആശംസകൾ അറിയിക്കുക. അത്തരത്തിലുള്ള ഒരു സ്നേഹം അപൂർവമാണ്. മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമയെക്കുറിച്ച് രസകരമായ ഒരു സംഭവം മോദി പങ്കുവച്ചു. ഒബാമയുമായി ഉഭയകക്ഷി ചർച്ചകളിൽ പങ്കെടുക്കേണ്ടി വന്നപ്പോൾ താൻ ഒരിക്കൽ ഉപവസിക്കുകയായിരുന്നു. എനിക്കായി സംഘടിപ്പിച്ച ഔപചാരിക അത്താഴം ഞാൻ നിരസിച്ചു. എന്റെ ഉപവാസം തുടരാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ അടുത്ത തവണ ഞാൻ ഒബാമയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചു. കഴിഞ്ഞ തവണത്തേതും കൂട്ടി ഈ പ്രാവശ്യം ഇരട്ടി ഭക്ഷണം കഴിക്കാൻ ആവശ്യപ്പെട്ടു. ഗുജറാത്തിലെ ഗോദ്ര ട്രെയിൻ കൂട്ടക്കൊലയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ: 2002 മുമ്പ് 250 പരം കലാപങ്ങൾ നടന്നു. 1969 കലാപം 6 മാസത്തോളം നീണ്ടുനിന്നു. 2002 മുതൽ ഗുജറാത്ത് സമാധാനപരമാണ്. ഗോദ്ര ട്രെയിൻ കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ഞാൻ ഗുജറാത്ത് ബജറ്റ് സമ്മേളനത്തിലായിരുന്നു. നമ്മുടെ എതിരാളികൾ കോൺഗ്രസ് എന്നെ ശിക്ഷിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചു. അവരുടെ നിരന്തരമായ ശ്രമങ്ങൾക്കിടയിലും ജുഡീഷ്യറി ഒടുവിൽ ഞങ്ങളെ പൂർണ്ണമായും നിരപരാധികളായി കണ്ടെത്തി. മരണത്തെ പേടിയുണ്ടോ എന്ന ചോദ്യത്തിന് മോദി ആദ്യം ഉറക്കെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് മോദി ചോദിച്ചു, എനിക്കൊരു മറുചോദ്യം ചോദിക്കാൻ കഴിയുമോ? ചോദിച്ചോളൂ എന്നായിരുന്നു മറുപടി. മോദി പറഞ്ഞു, ജീവിതവും മരണവും ഒരു നാണയത്തൊട്ടിന്റെ 2 വശമല്ലേ? ഇതിൽ തീർച്ചയായും സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ലെക്സ് ഫ്രിഡ്മാന്റെ മറുപടി മരണമെന്നായിരുന്നു. മോദിയെ പറഞ്ഞു, അതെ, ജീവിതം തന്നെ മരണത്തെ മന്ത്രിക്കുന്ന പ്രതീക്ഷ മാത്രമാണ്. മരണം സുനിശ്ചിതമാണ്. അത് എപ്പോൾ എത്തുമെന്ന് കരുതി വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് കേട്ട് ലെക്സ് ഫ്രിഡ്മാൻ മന്ദഹസിച്ചെങ്കിലും ആ ഉത്തരം നൽകുന്ന ദാർശനിക ഭാരം അയാളുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ലെക്സ് ഫ്രിഡ്മാൻ ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പോഡ്കാസ്റ്ററുമാണ്. 2018 മുതൽ അദ്ദേഹം ലെക്സ് ഫ്രിഡ്മാൻ പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നു. അവിടെ അദ്ദേഹം ശാസ്ത്രം, സാങ്കേതികവിദ്യ, കായികം, രാഷ്ട്രീയം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.